ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും നമ്മളെ നടത്തുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം. जीवन की हर एक घड़ी में हमें संभालने वाला, हमें आगे बढ़ाने वाला एक खुदा। ഓളങ്ങളും തിരമാലകളും എല്ലാം ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ശാന്തമായി നമ്മെ അക്കരെ തുറമുഖത്തെത്തിക്കുന്ന ദൈവം. दुनिया में चलने वाली सारी विरोध की बातें, तूफान उठे तो हमको एक संभालने वाला एक परमेश्वर हमारे साथ है। ദൈവം നമ്മോട് കൂടെയുണ്ട്. वो परमेश्वर हमारे साथ है। സമാധാനത്തെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. उस समाधान के पूर्वक परमेश्वर हमें सहायता करे ഓ കർത്താവിന്റെ വലിയ കൃപയിൽ നമ്മളെ പരിപാലിക്കട്ടെ. और उसकी बड़ी कृपा से प्रभु हमें हमें आगे बढ़ाता रहे। രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. आज सुबह अधिवेक को उठने वाले प्रभु के दासों का मैं धन्यवाद करता हूँ। ഈ ആത്മീയ യോഗത്തിൽ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കും ദൈവദാസിമാർക്കും പ്രാർത്ഥനാ വീരന്മാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. इस प्रार्थना सभा में जुड़े हुए सारे प्रभु के अभिषेक दास और दासियों का और सारे प्रार्थना करने वाले योद्धाओं का मैं प्रभु के नाम से वंदन करता हूँ। ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. हमारे लिए प्रार्थना करने वाले सारे दासों दासियों का मैं धन्यवाद करता हूँ। ഈ ദിവസങ്ങളിൽ അതിശക്തമായ പീഡയിലൂടെ റായ്ബറേലിയിലെ സഭ കടന്നു പോകുന്നു. आजकल के दिनों में बहुत ही गंभीर समस्याओं से हमारा रायबरेली शहर गुजर रहा है। റായ്ബറേലിയിലെ ദേവദാസന്മാർ പീഡിപ്പിക്കപ്പെടുന്നു. रायबरेली के पासबान लोग बहुत ही पीड़ाओं से होकर गुजर रहे हैं। उनको पीड़ित किया जा रहा है। ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ പാസ്റ്റർ വിജയ് സിംഗ് AG ചർച്ചിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ദേവദാസന്മാരെയും അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ചെയ്തു. पिछले दिनों में परसों की बात है, मेरे एक प्रभु के सेवा में एक मित्र मेरे पास्टर विजय को और उनके कलीसियाओं के भाइयों को कुछ जेल में बंद कर दिया गया है। അവരുടെ ആരാധനാലയത്തിൽ ആക്രമണം നടത്തി. उनके आराधनालय में, उनकी कलीसिया में एक बहुत ही बड़ा विरोध हुआ। സഹോദരന്മാരെ ലോക്കപ്പിൽ അടച്ചിരുന്നു. जितने भी बहनें थे उनको लॉकअप में बंद कर दिया गया है। ഇന്നലെ എൻ്റെ മറ്റൊരു ദേവദാസൻ സ്നേഹിതനാണ്. അദ്ദേഹത്തെ ഇന്നലെ വൈകിട്ട് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഇന്ന് ഒരു പോലീസിന്റെ ടീം ദേവദാസന്മാരെ വീട്ടിൽ സന്ദർശിക്കുന്നു എന്ന് അറിവ് കിട്ടി. मेरे प्रभु के दास, मेरे एक मित्र हैं, उनके घर में ही कल एक पुलिस की एक टीम आई उनके घर में छानबीन करने के लिए, पूछताछ करने के लिए। और एक ये सूचना मिली है कि पुलिस टीम पासबानों की कलीसियाओं में जाकर उनसे पूछताछ करने के लिए निकल रही है। ബസ് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ശക്തമായി മുമ്പോട്ട് പോകാം. बस इतना कहूंगा कि प्रार्थना करें और एक आत्मा में बढ़कर हमें इन दिनों में आगे बढ़ना है। ഭയം ഭീതിയുമുള്ളവർ പാളയം വിട്ട് പുറത്തു പോകണം. भय और डर के साथ बैठने वाले हमको उस पार जाना है। ചാവനി से जाना है. നമുക്ക് ഈ ദിവസങ്ങളിൽ അതിശക്തമായി ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ധൈര്യത്തോടെ हमें आजकल के दिनों में बहुत ही धैर्य के साथ हमें आगे बढ़ना है। ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പ്രത്യേക ധൈര്യവും ദൈവകൃപയും വേണം നമുക്ക് ഈ ദിവസങ്ങളിൽ. प्रभु दासों, हम प्रार्थना करें कि आजकल के दिनों में हमें बहुत ही परमेश्वर एक धैर्य दे। ഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, നമുക്കറിയാം. भय और डर हमारे जीवन में आएगा, हम जानते हैं। लेकिन എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. लेकिन परमेश्वर की आत्मा में परमेश्वर हमें संभाले रखेगा। ദൈവമക്കളുടെ പ്രാർത്ഥന ആയിരിക്കണമേ. सारे प्रभु के दासों दासियों प्रार्थना में बैठे ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. मैं विश्वास करता हूँ इस प्रार्थना समय जुड़े हुए सारे लोग आत्मा में भरकर प्रार्थना के साथ बैठे നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവിക ശബ്ദം കേൾക്കാം. हम बहुत ही आत्मा में भरकर हम परमेश्वर के वचनों को सुनने जा रहे हैं। അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വീണ്ടും വായിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. प्रेरितों कामों की पुस्तक से एक और बार आपके सम्मुख आने का मौका मिला है। 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. उसके पहले अध्याय का 6 और 7वां आयत. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം प्रेरितों काम 1-ാം അധ്യായത്തിന്റെ 6-7-8 വാക്യങ്ങൾ. उसके पहले अध्याय का 6वां 7वां और 8वां वचन. നാം ഇങ്ങനെ വായിക്കുന്നു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവൻ അവരോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ऐसा लिखा है, अतः उन्होंने इकट्ठे होकर उससे पूछा, हे प्रभु, क्या तू इसी समय इजराइल को राज्य फेर देगा? उसने उनसे कहा,
उन समयों या कालों का को जानना जिनको पिता ने अपने ही अधिकार में रखा है तुम्हारा काम नहीं, परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे और यरूशलेम और सारे यहूदिया और सामरिया में और पृथ्वी के छोर तक मेरे गवाह होंगे। ഇവിടെ ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്ന പദം, ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചിന്ത ഇതാണ്: കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. आज के इस पद से मुझे परमेश्वर ने ये बात दिया है कि कालों को और समयों को जानना हमारा काम नहीं है। നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. तुम मेरे साक्षी गवाह होगे। നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രത്യക്ഷത മധ്യേ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ആ മഹത്വ ശരീരം ധരിച്ചവനായി സ്വർഗത്തിലേക്കുള്ള ആ യാത്രയുടെ തൊട്ടു മുമ്പ് ശിഷ്യന്മാരും കർത്താവും തമ്മിൽ ഒരുമിച്ച് കൂടിയ ആ പ്രത്യേക മീറ്റിംഗിന്റെ വിഷയമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. हम जानते हैं कि यीशु मसीह का पुनरुत्थान के बाद और स्वर्गारोहण से पहले जो ये कुछ दिनों का जो समय था उसके बीच में परमेश्वर अपने शारीरिक रूप से जब उनके बीच में था तो कुछ समय उनके साथ इकट्ठे होकर सम्मिलित किया, संगति किया, वही हम बात को जानते हैं। മഹത്വമുള്ളവനായ കർത്താവ് ശിഷ്യന്മാർ നടുവിൽ നിൽക്കുകയാണ്. महिमा में यीशु मसीह अपने शिष्यों के बीच में खड़ा है। മരണത്തെ തോൽപ്പിച്ച കർത്താവ് ജയാളിയായപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുന്നു. मृत्यु को हराकर विजयी होने के बाद यीशु मसीह अपने शिष्यों के साथ बैठा है। ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമയം, शिष्यों की या फिर चेलों की इतिहास में या फिर कलीसिया के इतिहास में बहुत ही महत्वपूर्ण एक संगति थी ये संगति। ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രമുഖമായ ഒരു കൂട്ടായ്മ, बहुत ही महत्वपूर्ण और प्रमुख एक संगति थी यीशु मसीह और उनकी चेलों की संगति। ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ലഭിക്കുന്ന ഉത്തരങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. यहाँ पे पूछे गए सवाल और दिए गए उत्तर को बहुत ही मायने रखने वाली बातों को हम देखते हैं। കാരണം മുമ്പിൽ നിൽക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ലഭിച്ച ചില നിമിഷങ്ങളാണ് ശിഷ്യന്മാർക്ക് മുമ്പിൽ ലഭിച്ചത്. इसका कारण यही है कि यीशु मसीह पुनरुत्थान होने के बाद स्वर्गारोहण से पहले उनके शिष्यों के सामने बैठा हुआ है। വളരെ പ്രാധാന്യമേറിയ സമയമാണ് ഈ പ്രത്യേക മീറ്റിംഗ്. बहुत ही महत्वपूर्ण समय है ये एक संगति। കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജനം ആഗ്രഹിച്ച, മനുഷ്യരാഗ്രഹിച്ച അതേ വലിയ രക്ഷണ്യ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം തന്റെ കർത്താവിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുമ്പ് ഏറ്റവും പ്രധാന കാര്യങ്ങൾ, ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യങ്ങൾ സംസാരിക്കേണ്ട നിമിഷമാണ്. हम जानते हैं कि सालों पहले जो बातें कही गई थी, यीशु मसीह आएगा और इसी तरह यीशु मसीह का पुनरुत्थान के बाद स्वर्गारोहण के पहले यीशु मसीह का बहुत ही महत्वपूर्ण कलीसिया के इतिहास के बारे में जो बातें यीशु मसीह कहता है हम इस पदों में जानते हैं। വളരെ പ്രാധാന്യമേറിയ, ഞാൻ ആ പദം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വളരെ പ്രാധാന്യമുള്ള സമയം. मैं दोबारा कहना चाहूंगा कि बहुत ही महत्वपूर्ण एक संगति थी ये संगति। കാരണം ആമേ കർത്താവ് തൻ ശരീരവുമായി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു. इसका कारण यही है कि यीशु मसीह अपने शारीरिक रूप से हटकर अपने स्वर्गारोहण के लिए तैयार हो रहे थे। ഇനിയൊരു മടങ്ങി വരവിന് വേണ്ടി നൂറ്റാണ്ടുകൾ കാത്തിരിക്കണം. इसके दोबारा आगमन के लिए सालों साल इंतजार करना पड़ेगा। ആമേൻ. ശിഷ്യന്മാർക്ക് കർത്താവിനോട് എന്തെങ്കിലും ചോദിക്കുവാണെന്ന് നമുക്കറിയാം. പ്രത്യേക ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയമായിരുന്നു അത്. अगर चेलों को कोई भी सवाल यीशु मसीह से पूछना था तो एक कुंजी एक समय था चेलों के पास यीशु मसीह से बातें करने का। അവരുടെ ശുശ്രൂഷയെ കുറിച്ചും അവരുടെ ലക്ഷ്യത്തെ കുറിച്ചും ഇനി ദൈവസഭയ്ക്കും അല്ലെങ്കിൽ ശിഷ്യന്മാർക്കും വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം, उनके सेवकाई का, उनके लक्ष्य का, उनके कलीसिया के इतिहास के बारे में जो भी उनको सवाल उनके दिमाग में थे, जो भी उनको पूछना था, तो वही एक समय था यीशु मसीह के साथ उनका। ദൈവസഭയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമയം, यीशु मसीह कलीसिया का बहुत ही महत्वपूर्ण एक इतिहास को प्राप्त करने का एक समय है ये संगति। എന്നാൽ അല്പം ദുഃഖം തോന്നുന്ന ചോദ്യമാണ് ശിഷ്യന്മാരുടെ ചോദ്യം ഇവിടെ.
लेकिन थोड़ा दुख देने वाला एक सवाल है चेलों का सवाल। ചോദിക്കുന്നു, കർത്താവേ, നീ ഈ കാലത്തിലോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കുന്നത്? वो लोग ये पूछते हैं कि हे प्रभु, क्या तू इसी समय इजराइल को राज्य फेर देगा? ആത്മീക കണ്ണുകളെ പ്രകാശിച്ച വിശുദ്ധന്മാർക്ക് മനസ്സിലാകും ഈ ചോദ്യത്തിന് അവിടെ ഒരു പ്രാധാന്യമില്ലായിരുന്നു. हाँ, आत्मा में भरे हुए लोग ये समझ सकते हैं कि ये इस सवाल का उस संगति में कोई भी जगह नहीं थी। ആമേൻ. യേശുവിന്റെ വരവും കർത്താവിന്റെ രക്ഷണ്യ പ്രവൃത്തിയുമായുള്ള വിധത്തിൽ ആ ആത്മീക വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്രകാരമുള്ള ചോദ്യം ചോദിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. यीशु मसीह स्वर्गारोहण के लिए तैयार थे और पुनरुत्थान के बाद यीशु मसीह आत्मिक रूप से बैठे थे, तो इस सवाल का वहां आने का कोई जरूरत नहीं थी। ദൈവസഭ ആത്മീക സഭയെ സ്ഥാപിച്ച് ദൈവരാജ്യത്തിന്റെ സ്ഥാപനം നടത്തി എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പല പ്രാവശ്യം ആമേ പ്രഘോഷിച്ച കർത്താവിന് മുമ്പാകെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾക്ക് എന്ന് ഒരു ഭൗതിക രാജ്യം നീ സ്ഥാപിക്കും? आत्मा भरे हुए यीशु मसीह के साथ सालों साल बिताए हुए चेले, उनके सामने यीशु मसीह स्वर्गारोहण से पहले उनसे एक ऐसा सवाल पूछ रहा है कि हे प्रभु, क्या तू इजराइल को राज्य फेर देगा? ഇവരുടെ ചോദ്യം കണ്ടോ, ഞങ്ങൾക്ക് എന്ന് ഭൗതികമായ ഒരു രാജ്യം ലഭിക്കും? उनका सवाल लिखिए आप कि हे प्रभु, आप इजराइल को राज्य फेर देगा क्या? 3.5 വർഷം കർത്താവിന് കൂടെ നടത്തി നിർത്തി പഠിപ്പിച്ച് ശീലിപ്പിച്ച ആത്മാവിന്റെ ശക്തിയും പകർന്ന് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെയും പഠിച്ച ശിഷ്യന്മാരുടെ ചോദ്യം ഇന്നും ഭൗതികമായ അവരുടെ ഇസ്രായേൽ രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു. शारीरिक रूप से 3.5 साल यीशु मसीह के साथ व्यतीत किए हुए शिष्य, उनके चेले आत्मिक रूप से उनको सिखाया, बताया और कई सारे बातें वचनों के बारे में बताई। इसके बावजूद शिष्यों का एक सवाल आता है कि हे प्रभु, इस भौतिक रूप से इजराइल को क्या आप राज्य फेर देंगे? ആമേൻ. എന്റെ രാജ്യം ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഐഹികമല്ല. ആമേൻ. സ്വർഗരാജ്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി ആമേൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ആ വിഷയങ്ങളെ മാന്യമായി പഠിപ്പിച്ച ആമേൻ സമയത്ത് ശിഷ്യന്മാരുടെ ചോദ്യം ഇതാണ്, ആമേൻ കർത്താവേ, നീ ഈ കാലത്തിലോ ആമേൻ ഇസ്രായേൽ രാജ്യം യഥാസ്ഥാനമാക്കുന്നത്? यीशु मसीह स्वर्गारोहण के लिए तैयार थे, तो उसी वक्त में चेलों का ये सवाल आता है कि हे प्रभु, आप इस इजराइल को राज्य को फेर देगा हम सबके सम्मुख में? യഥാർത്ഥം ആമേൻ സത്യത്തിൽ ഇവിടെ ആത്മീക ദർശനം പ്രാപിക്കാത്ത സാധാരണമായ അല്ലെങ്കിൽ ഒരു ദർശനവും പ്രാപിക്കാത്ത ഒരു വ്യക്തിയുടെ ചോദ്യം. ऐसा सवाल सिर्फ एक मंदबुद्धि और एक बिना किसी समझ रखने वाला इंसान ही ये सब बातें कह सकता है। യേശുവുമായി യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ യേശുവിനെ അല്പം പോലും അറിയാത്തവരെ പോലുള്ള ചോദ്യം. यीशु मसीह को कोई ना जानता और अज्ञान हो, वैसी बातें, वैसे लोग का सवाल होता है ये सवाल। ആമേൻ. കഴിഞ്ഞ 3 വർഷം പഠിച്ച ആത്മീയ പാഠങ്ങളെ മറന്നിന്നും യേശുവിനെ ഒരു മാനുഷികന രാജാവായി കണ്ട ശിഷ്യന്മാർ, यीशु मसीह के साथ 3.5 साल बिताने के बावजूद, कई सारे बातों को जानने के बावजूद, एक साधारण सवाल, एक यीशु मसीह को एक साधारण राजा के समान उन्हें पूछा है। അവർ ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, നീ ഈ കാലത്തിലാണോ അല്ലെങ്കിൽ നീ ഇപ്പോൾ മരിച്ചുയർത്തെഴുന്നേറ്റു, നീ രാജാധിരാജാവ് അല്ലെങ്കിൽ ആമേ തന്റെ പ്രതാപത്തോടെ മടങ്ങി വന്നു, ആമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സമയം ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തിന്റെ സമയമാണ്. वो कह रहे थे, यीशु मसीह, आप मृत्यु को जीत लिए हैं, आप पुनरुत्थान हो गया है, आप सब विजय हो गए हैं, इसके बाद क्या आप इजराइल को इसी समय राज्य फेर देंगे? ആമേ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാകാതെ ലഭിച്ച നിർണായക സമയത്തെ വ്യർത്ഥമാക്കുന്ന ഒരു കൂട്ടം ആളുകൾ, दिए हुए सामर्थ्य को जो पाए हुए लोग थे, समय को व्यर्थ किए हुए लोग थे वो। ആമേ പലപ്പോഴും ദൈവസന്നിധിയിൽ ആമേൻ നമ്മൾ ഇരിക്കുമ്പോൾ ആമേൻ നമ്മുടെ നിലവാരത്തിന് ആമേൻ ഒക്കാത്ത അല്ലെങ്കിൽ നിലവാരത്തിൽ എത്താത്ത ഒരുപാട് വിഷയങ്ങളുമായി പലപ്പോഴും പലരും ആമേ സമയത്തെ വ്യർത്ഥമാക്കാറുണ്ട്. कई सारे लोग अपने समय से बर्बाद कर देते हैं। ऐसी कुछ बातें होती जो उनके समझ से परे होती हैं। ആമേ നമുക്കൊരു നിലവാരമുണ്ട്. ആ ലെവലിൽ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. हमारी प्रार्थना का जो विषय होता है, एक सीमा तक स्तर होता है, वो एक ही सीमा तक होना चाहिए। ആമേ നമ്മുടെ വചന ശുശ്രൂഷകൾക്ക് നമ്മുടെ ദർശനത്തിനും ഒരു നിലവാരമുണ്ട്. हमारे जो सेवकाई और हमारी प्रार्थना के विषय में एक स्तर होता है। ആമേ നമ്മൾ പ്രാപിച്ച ആത്മീക ദർശനത്തിന് ഒരു നിലവാരമുണ്ട്. हमारे जो आत्मिक दर्शन हम पाए हैं, उसका एक स्तर होता है। ആമേ നമ്മൾ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചവരും കർത്താവിങ്കിൽ നിന്ന് പരിജ്ഞാനം പ്രാപിച്ചവരും ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കും ആമേ നമ്മുടെ പ്രസംഗങ്ങൾക്കും എല്ലാം ഒരു നിലവാരമുണ്ട്. हम परमेश्वर से आत्माओं को कार्य को पाए हैं, तो हमारे प्रचारों का विषय सबकी एक सीमा या स्तर होती है। ആമേൻ. മനസ്സിലാക്കണം, കാരണം നമ്മൾ ദൈവത്തിന്റെ മനസ്സറിഞ്ഞവരാണ്. क्योंकि इसका कारण यह है कि यीशु मसीह का हृदय को हम परखने जानने वाले हैं। ആമേൻ. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം പ്രാപിച്ചവരാണ്. हम पवित्र आत्मा के ज्ञान को प्राप्त करने वाले हैं। നമ്മൾ
പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്കൊരു നിലവാരമുണ്ട്. हम प्रार्थना करने वाले सारे विषयों का एक स्तर होता है। നമുക്കറിയാം നാം ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. हम जानते हैं कि हम परमेश्वर का हृदय को देखकर हम प्रार्थना करते हैं। നമ്മൾ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് നാം സംസാരിക്കുന്നു. हम परमेश्वर के हृदय को जानकर हम बातें करते हैं। നമ്മൾ ക്രിസ്തുവിനൊപ്പം നിലവാരം പുലർത്തുന്നവരാണ്. हम अपने यीशु मसीह को अपने सम्मुख रखकर जो भी बातें कहते हैं, യേശുവിനോട് കൂടെ നാം ചിന്തിക്കുന്നു. हम यीशु मसीह के साथ सोचते हैं, നമ്മൾ യേശുവിന്റെ കൂടെ സംസാരിക്കുന്നു. हम यीशु मसीह के साथ बातें करते हैं। യേശുവിന്റെ നിലവാരത്തിൽ നാം ചിന്തിക്കുന്നു. यीशु मसीह के स्तर में यीशु मसीह के साथ हम जीवित रहते हैं। നമ്മുടെ ശുശ്രൂഷകൾക്ക് നാം ചെയ്യുന്ന പ്ലാനുകൾ ദൈവിക പദ്ധതിക്ക് ഉതകുന്നതായിരിക്കണം. हमारे सेवकाई का जो भी कार्य होते हैं, योजनाएं होते हैं, वो यीशु मसीह के नजरिए में उनके स्तर में होना चाहिए। സ്വർഗീയ ലെവലിൽ നിന്നോട് നാം സംസാരിക്കണം. वो स्वर्गीय स्तर में होना चाहिए वो बातें। പക്ഷെ ശിഷ്യന്മാർ ഇവിടെ വീണ്ടും താഴേക്ക് പോയിട്ട് ഒരു സാധാരണ യഹൂദനെ പോലെ സംസാരിക്കുന്നതായി നാം കാണുകയാണ്. उसके बाद शिष्यों का ये सवाल आता है कि एक निचला स्तर वाला सवाल, एक असाधारण मनुष्य का सवाल यीशु मसीह से वो पूछते हैं। ഒരു സാധാരണ ഇസ്രായേലിയ പൗരനായിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും സംസാരിക്കുന്നു. इस तरह बातों को इस तरह मामूली नागरिक होने के बावजूद पौलुस लोग ये बातें कहते हैं। ആമേൻ. പത്രോസും ശേഷമുള്ള ശിഷ്യന്മാരും ഒരു സാധാരണ വ്യക്തിയെ പോലെ, സാധാരണ ഒരു പൗരനെ പോലെ സംസാരിക്കുന്നു. पत्रस और बाकी शिष्य एक साधारण व्यक्तियों के समान वहां सवाल पूछते हैं। എന്നാൽ ഇവിടെ പറയുന്നു, യേശു പറയുന്നു, ഈ കാര്യം നിങ്ങൾക്കുള്ളതല്ല. इसके बाद यीशु मसीह कहते हैं ये तुम्हारा काम नहीं है. ഈ കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. वो कहता है ये काम तुम्हारा नहीं है. ആമേൻ. വളരെ ശ്രദ്ധയോടെ ഇത് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കണം. बहुत ध्यान से आज के संदेश को सुनिएगा. ആമേൻ. ശിഷ്യന്മാർ കഴിഞ്ഞ 3.5 വർഷം കൂടെ ഇരുന്ന് പഠിപ്പിച്ച ശിഷ്യന്മാർ ഇപ്പോൾ തങ്ങൾക്കുള്ളതല്ലാത്ത വിഷയങ്ങളിൽ സമയം വ്യർത്ഥമാക്കുകയാ. 3.5 वर्ष यीशु मसीह के साथ बिताए हुए चेले अभी ऐसा सवाल पूछ रहे हैं जहाँ उनका कोई काम नहीं है। ആമേൻ. ഇപ്പോൾ നമുക്കറിയാം ഒരു രാഷ്ട്രീയപരമായ ചോദ്യം, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് രാജ്യം എന്ന് ലഭിക്കും? एक राष्ट्रीय स्तर पर अगर सवाल पूछे तो ये राष्ट्र हमें क्या मिलेगा? ആമേൻ. ഇത് ശിഷ്യന്മാർക്ക് ഉതകുന്ന ഒരു ചോദ്യമല്ല. वो शिष्यों के बराबर का वो सवाल है नहीं. യേശുവിന്റെ ശിഷ്യന്മാർക്ക് യോജിച്ച ഒരു ചോദ്യമല്ല ആ സമയത്ത് അവർ ചോദിച്ചത്. जिस सवाल को वो उस समय पूछे थे वो यीशु मसीह के चेलों को पूछने वाला सवाल नहीं था. ആമേൻ. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട സമയത്ത് അവർ ഭൗതിക വിഷയങ്ങളിൽ അവർ പറഞ്ഞ് സമയം കളയുന്നു. स्वर्गीय बातों को वो जानने के बावजूद उस बातों को कहने के वो बजाय वो सांसारिक बातों को कहते हैं. പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ സ്വർഗീയ വിഷയങ്ങളിൽ ഇടപെടേണ്ട സമയങ്ങൾ പലപ്പോഴും ഭൗതികമായതിൽ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. कई ऐसी परिस्थिति आती है जहाँ हमको स्वर्ग की बातों पर अपना समय व्यतीत करना है, हम सांसारिक बातों पर हम व्यतीत करते हैं. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ, അനാവശ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. हम कभी-कभी परमेश्वर से अनावश्यक चीजों को परमेश्वर से मांगते हैं. പല വിഷയങ്ങൾ, അനാവശ്യമായിട്ട് വിഷയങ്ങൾ നാം ഇടപെടാറുണ്ട്. हम जिसकी कोई आवश्यकता नहीं होती वैसे बातों में हम बीच में जाते हैं. ശ്രദ്ധിക്കുക. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ध्यान दीजिएगा, यीशु मसीह कहता है कि तुम्हारा काम नहीं है. ശിഷ്യന്മാർ പറയുന്നത് നിങ്ങൾക്കുള്ളതല്ല. वो अपने शिष्यों से कहता है ये तुम्हारा काम नहीं है. കാരണം നിങ്ങൾ ലോകത്തിൽ ഉള്ളവരല്ല. इसका कारण यही है कि तुम संसार के नहीं हो. ലോകത്തിലുള്ളവർ അവർ രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കും. जो संसार के हैं वो अपने राष्ट्र के बारे में सोचते हैं. അവർ രാഷ്ട്രീയ ഇടപെടലുകളിൽ ലോകത്തിലെ ആളുകൾ ആ വിഷയങ്ങൾ ചിന്തിക്കട്ടെ. वो राष्ट्रीय चर्चाओं में और संसार की बातों में वो सोचते हैं. കർത്താവ് പറയുന്നു, നിങ്ങളെ ഞാൻ 3 വർഷം പഠിപ്പിച്ചു, നിങ്ങളെ വിളിച്ച് വേദനകളെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് അഭിഷേകം നൽകി, നിങ്ങളെ പറഞ്ഞയക്കാൻ പോകുന്നു. ഇപ്പോഴും നിങ്ങൾക്കുള്ളതല്ലാത്തതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 3.5 साल यीशु मसीह के साथ वो सिखाया, पढ़ाया, उनके साथ रहा. ऐसी बातों के बावजूद वो तुम संसारिक बातों पर ध्यान मत लगाओ. രാവിലെ ആത്മാവിൽ വിഷയങ്ങൾ ഉൾക്കൊള്ളാം. इस आज के दिन आत्मा में इस बातों को ध्यान दे. നമ്മൾക്കുള്ളതല്ലാത്തതിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യങ്ങളില്ല. जो काम हमारा नहीं है उस बातों में हम ना जाएं. ആത്മാവ് നമ്മളെ നിർബന്ധിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ നമുക്ക് പോകുവാനും സംസാരിക്കാനും അനുവാദമുള്ളൂ. जहाँ परमेश्वर का आत्मा, पवित्र आत्मा हमें कहता है जाने के लिए, वही उसी बातों पर हम जाने पाए. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി നാം ചർച്ച ചെയ്യട്ടെ. यीशु
मसीह की नजरों में जो बातें हम कहते हैं उसी बातों का चर्चा हमारे जुबान से होने पाए। ആമേൻ. നമ്മുടെ ചിന്തകൾ ദൈവാത്മാവിലായിരിക്കട്ടെ. हमारी जो हमारी सोच है वो परमेश्वर की नजरों में सही हो। പലപ്പോഴും നമ്മുടെ ചിന്തകളെ കർത്താവ് ഇങ്ങനെ പറയാറില്ലേ, ഈ ചിന്തകൾ നിങ്ങൾക്കുള്ളതല്ല. हमारी कई बार समझ में जो बातें होती है परमेश्वर कहता है ये तुम्हारी समझ वाली बातें नहीं है। പലപ്പോഴും നമ്മുടെ സംസാരം കർത്താവ് പറയാറുണ്ടോ, ഈ സംസാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. कई बार हम जो बातें करते हैं परमेश्वर कहता है कि ये बातें तुम्हारे लिए नहीं है। പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ എന്നൊക്കെ ദൈവം പറയാറുണ്ടോ, ഈ പ്ലാനുകൾ നിങ്ങൾക്കുള്ളതല്ല. कभी कभी हमारी योजनाओं को देखकर परमेश्वर कहता है कि ये योजना तुम्हारे लिए नहीं നീ है। യേശുവിന്റെ കൂടെയാണോ ഇരിക്കുന്നത്, യേശുവിന്റെ ചുറ്റുവട്ടത്തുമാണോ നീ ഇരിക്കുന്നത്? ആമേൻ. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട, നമുക്ക് ചിന്തിക്കേണ്ട, ആമേൻ, നമുക്ക് പറയേണ്ട, നമുക്ക് ചെയ്യേണ്ട, തീരുമാനം എടുക്കേണ്ട ഒരു ലെവലുണ്ട്. यीशु मसीह के साथ वो रहते हैं, यीशु मसीह के चारों ओर वो चलते हैं, तो हमारा सोचने का, काम करने का और निर्णय लेने का एक स्तर होता है। എന്നാൽ ശിഷ്യന്മാരിവിടെ താഴേക്ക് ഇറങ്ങി പറയുന്നു, കർത്താവ് നീ ഈ കാലത്തിലാണോ രാജ്യം പുനഃസ്ഥാപിക്കുന്നത്? लेकिन इसके बावजूद ये चेलों का एक नीचा एक सवाल आता है कि क्या प्रभु इस समय आप राज्य को फेर देगा? നൂറ്റാണ്ടുകളായി ഇസ്രായേൽ മക്കളായവർ പറയുന്നതാണ്, മശിഹ ആയേഗ, ആമേൻ, കർത്താവ് വരും, മശിഹ വരും, ആമേൻ, അവർ രാജ്യം പുനഃസ്ഥാപിക്കും. सालों साल पहले पुराने पूर्वज लोग कहते थे कि एक मसीहा आने वाला है और राज्य को फेर देगा। ആമേൻ. എന്നാൽ ആമേൻ, യേശു ക്രിസ്തു വന്നപ്പോൾ അവർ ചിന്തിച്ചു രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന കർത്താവാണെന്ന്. जब यीशु मसीह आया तो वो लोग सोचे कि राज्य को पुनः स्थापित करने के लिए वो आया है। എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അവരെ പഠിപ്പിച്ച ആത്മീയ പാഠങ്ങൾ അവരുടെ ഉള്ളത്തിൽ ഇപ്പോൾ വ്യക്തമല്ല, അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് ഈ ചോദ്യത്തിലൂടെ നമുക്കറിയാം. इस सवाल जो चेलों ने पूछा था, इससे हम ये जानते हैं कि जो पिछले सालों में बातें बताई हैं वो उनके व्यक्तिगत जीवन में अच्छे से आई नहीं है। ആമേൻ. ഇപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾക്കുള്ളതല്ല. इसके बाद यीशु मसीह कहता है ये तुम्हारा काम नहीं है। വളരെ ദുഃഖത്തോടെ ആമേൻ ഒരുപക്ഷെ ശിഷ്യന്മാർ ആമേൻ ആ യേശുവിന്റെ മറുപടി കേട്ട് കാണാം. बहुत ही दुख के साथ वो चेले यीशु मसीह का उत्तर सुने होंगे। കാരണം അവൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രാധാന്യമേറിയ കൂട്ടായ്മയായിരുന്നു ഇത്. हम पहले देख चुके हैं कि बहुत ही महत्वपूर्ण एक संगति थी ये संगति। യേശുവിന്റെ വായിലൂടെ വരുന്ന ഓരോ വാക്കുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. यीशु मसीह के हर एक जुबान शब्द जो जुबान से निकलते थे बहुत ही महत्वपूर्ण थे। സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട വിലപ്പെട്ട സമയം. स्वर्ग राज की बातों की चर्चा करने वाला एक समय था ये समय। അവർ സാധാരണക്കാരനായ ഒരു യഹൂദ ഒരു പൗരനെ പോലെ സംസാരിക്കുന്നു. वो साधारण एक नागरिक की तरह उन्होंने एक सवाल पूछा था, കർത്താവിന് ഇസ്രായേലിന് ഈ കാലത്തിലോ രാഷ്ട്രം വേർതിരിക്കുന്നത്? हे प्रभु क्या इस समय आप अपने इस राज्य को फेर देगा? അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇത് നിങ്ങൾക്കുള്ളതല്ല. इसलिए यीशु कहता है ये तुम्हारा काम नहीं, നിങ്ങൾക്കുള്ളതല്ല. तुम्हारा काम नहीं। എന്നാൽ അടുത്ത വാക്യം പറയുന്നു, യേശു പറയുന്നു, इसके अगले आयत में यीशु मसीह कहता ആമേൻ, है നിങ്ങൾ എന്റെ സാക്ഷികളാകും. तुम लोग मेरे गवाह होगे, നിങ്ങൾ എന്റെ സാക്ഷികളാകും. तुम मेरे गवाह होगे। ആമേൻ. ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കുന്ന വിഷയത്തിൽ ആമേൻ അവർ ആ വിഷയങ്ങളെ ചിന്തിക്കുവാൻ വേണ്ടി സമയം വേദനിച്ചു. പക്ഷേ യേശു പറയുന്നു അത് നിങ്ങളുടെ ചാപ്റ്റർ അല്ല, നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ, നിങ്ങളുടെ ചാപ്റ്റർ ഇതാണ്, നിങ്ങൾ എന്റെ സാക്ഷികളാകും. वो लोग अपना समय बर्बाद कर रहे थे ये सोचने में कि इजराइल का पुनः स्थापित होगा, बल्कि परमेश्वर कहता है कि ये तुम्हारा काम नहीं, तुम्हारा काम है कि मेरे गवाह हो। ഇന്ന് രാവിലെ വിഷയങ്ങളെ ആത്മാവിൽ നമുക്ക് ഗ്രഹിക്കണം. आज की सुबह एक आत्मा में ये बातों को समझें। നമ്മുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ, നമ്മുടെ വചനധ്യാനത്തിന് വിഷയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാര വികാരങ്ങൾ ആമേൻ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചാണോ നാം ചെയ്യുന്നതെന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആമേൻ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. आज के दिन में ये बात को ध्यान से गौर करें कि जो बातें हम करते हैं, सोचते हैं और जो भी निर्णय हम लेते हैं, क्या वो परमेश्वर की नजरों में, योजनाओं में सफल है? അനാവശ്യമായതും നമുക്കുള്ളതല്ലാത്തതും ആമേൻ നമുക്ക് വേണ്ടാത്തതുമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ആമേൻ നമ്മുടെ സമയത്തെ വ്യർത്ഥമാക്കാതെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ആത്മാവിന്റെ ഹിതമറിഞ്ഞ് കാര്യങ്ങളെ തയ്യാറാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. हमें ये फालतू की बातों पर जिसकी कोई आवश्यकता नहीं है उसी बातों पर अगर हम ध्यान लगाने के बजाय जो परमेश्वर हमसे कहता है, जो कार्य परमेश्वर ने हमारे लिए करने के लिए दिया है, उस बात को करने के लिए आजकल में आगे बढ़े आप। ഒരുമിച്ച് കൂടി നിന്നപ്പോൾ ദൈവരാജ്യം എങ്ങനെ പണിയണം, ഞാൻ എങ്ങനെ സാക്ഷിയാകണം, എനിക്കെന്ന് ദൈവശക്തി ലഭിക്കും, ആമേ എനിക്ക് എന്ന് ദൈവിക കൃപാവരങ്ങൾ ലഭിക്കും, ഞാൻ എവിടേക്ക് പോകണം എന്നുള്ള പല ചോദ്യങ്ങൾ ശുശ്രൂഷ മേഖല ചോദിക്കാമായിരുന്നു. പക്ഷേ അവർക്ക് ഉതകുന്നല്ലാത്ത ചോദ്യങ്ങൾ ഈ കാലത്തിലാണോ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നത്? हम मिलकर सेवकाई को कैसे आगे बढ़ाएंगे, हम कैसे सुसमाचार को फैलाएंगे, आगे कैसे हमारा लक्ष्य क्या होगा, ये सब सवाल हटके उन्होंने ऐसा सवाल पूछा कि क्या इजराइल को आप फिर से फेर देगा? ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ലഭിച്ച സമയം വിലപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കണം. प्रभु के दासों, जो हमें समय मिला है उसको
अच्छे से व्यतीत करने का ध्यान दें। ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. हमारे प्रार्थना का जो समय है बहुत ही महत्वपूर्ण समय है। ആമേൻ. നമ്മുടെ പ്രസംഗ സമയങ്ങൾ ലഭിക്കുന്ന പ്രസംഗത്തിലെ ഓരോ നിമിഷങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. हमारे प्रचारों का जो समय है एक एक पल उसका बहुत ही महत्वपूर्ण पल होता है। നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. हमारी आत्मा में जो संगति होती है बहुत ही महत्वपूर्ण समय होता है वो पल। അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മുടെ പദ്ധതികളും പ്ലാനുകളും പ്രസംഗ വിഷയങ്ങളും എല്ലാം ആമേൻ കർത്താവിന്റെ ലെവലിലായിരിക്കണമെന്ന് രാവിലെ ദൈവാത്മാക്കളെ ഉദ്ബോധിപ്പിക്കുന്നു. जो भी बातें हम करते हैं, जो भी कार्य हम करते हैं, संगति रखते हैं और प्रचार करते हैं वो परमेश्वर के स्तर का होना चाहिए। ആമേൻ. നമ്മെ കുറിച്ചുള്ള ദൈവിക ഹിതം മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാം. हमारे लिए जो परमेश्वर की योजना है ऐसी बातों को आगे लेकर बढ़ेंगे हम। ആമേൻ. ദൈവാത്മാവ് തരുന്ന ആത്മിക വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. जो परमेश्वर का आत्मा हमको देता है वही कार्य हम करते रहेंगे। ദൈവസഭയെ പണിയുന്നതിനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. परमेश्वर की सभा को बनाने की बातों पर हम चर्चा करेंगे। പക്ഷേ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ നീ കാലത്തിലാണോ രാഷ്ട്രം പുനഃസ്ഥാപിക്കുന്നത്? पर अपने उनके चेले ये कहते हैं क्या तू इसी समय इजराइल को फेर देगा? യേശുവിന്റെ മറുപടി, ഇത് നിങ്ങൾക്കുള്ളതല്ല. यीशु मसीह का ही उत्तर है അപ്പോൾ कि हमारा काम नहीं है। തങ്ങൾക്കുള്ളതല്ലാത്തതിൽ സമയം വ്യർത്ഥമാക്കിയ ശിഷ്യന്മാരുടെ കൂട്ടത്തെയാണ് അവിടെ കാണുന്നത്. इसलिए जो काम उनका नहीं था ऐसे कामों पे अपना समय बर्बाद करने वाले चेलों का हम ध्यान देते ഞാൻ हैं। വീണ്ടും പറയുന്നു, വളരെ പ്രധാനപ്പെട്ട ഓരോ സെക്കൻഡുകളും വളരെ പ്രാധാന്യമേറിയ നിമിഷങ്ങളായിരുന്നു ആ കൂട്ടായ്മ. मैं फिर से कहना चाहूंगा बहुत ही महत्वपूर्ण समय था, एक एक पल जो यीशु मसीह का एक संगति था उनके साथ। ഒലൂമലയിൽ തമ്മിൽ ഒരുമിച്ച് കൂടി ഏറ്റവും ശ്രേഷ്ഠമായ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളെ പോലും കീറിമുറിച്ചാൽ വളരെ പ്രാധാന്യമേറിയ സമയം. ओलिव पहाड़ पर जो उनकी संगति हुई थी वो बहुत ही महत्वपूर्ण समय था, ऐसा समय जहाँ पे समय बर्बाद करना आवश्यक ना होता है। കർത്താവ് പറയുന്നു, നിങ്ങൾക്കുള്ളതല്ലാത്തതിൽ നിങ്ങൾ സമയം ചെലവഴിക്കുകയാണ്. यीशु मसीह कहता है जहाँ तुमको नहीं जाना चाहिए वहाँ तुम जा रहे हो। ഈ കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. ये काम तुम्हारा नहीं है। യേശു പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാകും. यीशु मसीह कहता है तुम मेरे गवाह होगे। ആമേൻ. അല്പം ആമേൻ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയ ശിഷ്യന്മാരെ വേഗത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. अपने लक्ष्य से भटके हुए चेलों को लक्ष्य में वापस लाने वाला यीशु मसीह को हम देख रहे हैं। ആദ്യം ശിഷ്യന്മാരുടെ സൈഡ് നോക്കിയാൽ അവർ ആമേൻ നിലവാരമില്ലാത്ത വിഷയങ്ങളുമായി അവർ ചർച്ച ചെയ്യുമ്പോൾ യേശുവിന്റെ സൈഡ് നോക്കിക്കുക. ഹല്ലേലൂയ. വളരെ അഭിഷേകത്തിന്റെ നിറവോടെ നമ്മുടെ ദൈവസഭയുടെ ഭാവിയെ പറ്റി പറയുന്ന കർത്താവ്. हम जानते हैं कि पहले चेलों का जो सवाल था वो साधारण मनुष्यों का सवाल था, ये सवाल उनको दर्शाता था। इसके बाद यीशु मसीह ने उनके चरित्र को, उनके लक्ष्य को बदल दिया, आत्मा में उनको तृप्त करके उनको जाने दिया। നമ്മുടെ സംസാരങ്ങൾ സ്വർഗത്തിന് നിലവാരത്തിനൊത്തതായിരിക്കട്ടെ. हमारे जो भी बातें हमारे मुख से निकलते हैं वो स्वर्ग के स्तर पर होने पाए। ആമേൻ. നമ്മുടെ ആത്മീയ യോഗങ്ങൾ ദൈവത്തിന്റെ നിലവാരത്തിനൊത്തതായിരിക്കട്ടെ. हमारी आत्मिक सभा स्वर्ग के स्तर के होने पाए। യേശു പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാകും. यीशु मसीह कहता है तुम मेरे गवाह होगे। ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് രാഷ്ട്രം എന്ന് പുനഃസ്ഥാപിക്കപ്പെടും? शिष्य लोग कहते हैं कि हमको राज्य फेर देगा। യേശുവിന്റെ മറുപടി, നിങ്ങളുടെ ചർച്ചാ വിഷയങ്ങൾ, നിങ്ങൾ ചെയ്ത പ്ലാനുകളൊന്നും ഇത് ദൈവിക പദ്ധതിയിലുള്ളതല്ല. यीशु मसीह उनसे कहता है जो भी बातें तुम चर्चा करते हो, निर्णय लेते हो, वो परमेश्वर की नजरों में सही नहीं है। എന്നാൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇതാണ്. इसलिए तुम्हारे प्रति परमेश्वर की इच्छा यही है, നിങ്ങൾ ഇന്ന് മുതൽ സാക്ഷികളാകുവാൻ പോകുന്നു. तुम लोग आगे जाके यीशु मसीह गवाह होगे। സാക്ഷി എന്ന വിറ്റ്നസ് എന്നതിന്റെ മൂല പദത്തിന്റെ അർത്ഥം രക്തസാക്ഷി എന്ന. गवाह का मतलब ये है कि खून देकर गवाह होने वाला है, शहीद होना। മാർട്ടിയറോ എന്ന ഗ്രീക്ക് വേർഡാണ് സാക്ഷി എന്ന പദത്തിൽ കൊടുത്തിരിക്കുന്നത്. गवाह का ग्रीक वर्ड होता है मार्टियोर। അതിൽ നിന്നാണ് മാർട്ടിയർ എന്ന ഇംഗ്ലീഷ് ശബ്ദം വന്നത്. उसी से ही एक ग्रीक शब्द से ही मार्टियर नाम का एक इंग्लिश शब्द आया। വിറ്റ്നസ് അല്ലെങ്കിൽ ഈ രക്തം കൊടുത്ത് അല്ലെങ്കിൽ ജീവൻ ബലിയാകേണ്ടി വന്നാലും നിങ്ങൾ ഈ എന്റെ സന്ദേശത്തിന് വേണ്ടി നിൽക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം. इस शब्द का मतलब, गवाह शब्द का मतलब यही है कि अपनी जान देकर, शहीद होकर मेरे सुसमाचार को तुम फैलाओ। അപ്പോൾ ശിഷ്യന്മാരുടെ നിലവാരവും യേശുവിന്റെ മറുപടിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത് നമുക്ക്. तो शिष्यों का सवाल का और यीशु मसीह के उत्तर का जो हम लोग को अंतर समझ में आ रहा है। ആമേൻ. ഇവിടെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം ഞങ്ങൾക്ക് വേണമെന്നുള്ള ചിന്തയോടെ ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളഞ്ഞ ശിഷ്യന്മാർ ഒരു ഭാഗം നിൽക്കുമ്പോൾ, एक तरफ शिष्य लोग जो पूछ रहे थे इजराइल को जो बड़ा राज्य हमको फेर दिया जाएगा, എന്നും എന്നേക്കും നിലനിൽക്കുന്ന ഭൗതിക രാജ്യം, भौतिक रूप से हमेशा के लिए जो राज्य हमको मिलने वाला है। എന്നാൽ യേശുവിന്റെ മറുപടി, നിങ്ങൾ എനിക്ക് വേണ്ടി ഈ സന്ദേശം പറയുന്നതിലൂടെ
നിങ്ങൾ എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ആമേ യാഗമായി തീരേണ്ടി വരും. और दूसरी तरफ यीशु मसीह का उत्तर आता है कि तुम मेरे लिए गवाह ठहरोगे. ആമേൻ. ശ്രദ്ധിക്കുക. അപ്പോൾ ആമേൻ യഥാർത്ഥത്തിൽ പ്രാപിക്കേണ്ട ദർശനമാണ് നാം ഇന്ന് രാവിലെ ചിന്തിച്ചു വരുന്നത്. आज की सुबह हम ये बातों को देखते हैं जो दर्शन परमेश्वर का चेलों को देखा गया था, वैसी बातों को हम देख रहे हैं. ആമേൻ. കർത്താവ് ആ ആത്മീക വിഷയത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. यीशु मसीह उनको उस आत्मिक वातावरण में ला रहा है. ആമേൻ. അപ്പോൾ ലക്ഷ്യം തെറ്റിയ ഒരു കൂട്ടം ആളുകളെ കർത്താവ് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. अपने लक्ष्य से जो भटक गए थे, यीशु मसीह उनको अपने लक्ष्य में वापस ला रहा है. അവർ പറയുന്നു, ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഭരണം നടത്തണം, ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രം വേണം, ഇവിടെ ഞങ്ങൾക്ക് അധികാരം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ വേണ്ടിയും എന്റെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ വേണ്ടിയും നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള ശക്തമായ സന്ദേശമാണ് യേശു 1-ാം അധ്യായം 8-ാം വാക്യത്തോടെ തരുന്നത്. एक तरफ वो कहते हैं कि ये राज्य हमारा होगा और इस राज्य पर हम अधिकार रखेंगे, राष्ट्र बनाएंगे, और दूसरी तरफ यीशु मसीह कहता है कि तुम इसी जगह में तुम मेरे गवाह होगे, अपनी बलिदान दोगे. അപ്പോൾ ഈ രണ്ട് വാക്യം നമ്മളെ വ്യത്യാസമാണെന്ന് രാവിലെ നമ്മുടെ ചിന്താ വിഷയം. तो इसलिए ये दो पद हमको उनमें काफी सारा अंतर हम देख सकते हैं. 6-7 വാക്യങ്ങളിൽ ശിഷ്യന്മാർ ഞങ്ങൾക്ക് ഭൗതികമായ ശക്തി, ലൗകികമായ ശക്തി, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയമായ ശക്തി ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ്. उसके 6 और 7वीं आयत में चेलों के बारे में पूछ रहे हैं. वो पूछ रहे हैं कि भौतिक रूप से जो राष्ट्र चाहते हैं, वैसी बातों को देखते हैं. എന്നാൽ യേശു പറയുന്നു, നമുക്ക് ലഭിക്കുന്ന ശക്തി, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ഈ ഉയർപ്പിന്റെ ശക്തിയുടെ വെളിപ്പാടുണ്ടാകുന്നത് ലോകത്തിന്റെ ആമേൻ രീതിയിൽ, അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന ഭൗതികമായ ശക്തി ലഭിക്കുകയോ, നിങ്ങൾ ആ ശക്തി ലഭിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ രക്തസാക്ഷികളാണ്. वो अपने इस भौतिक रूप से संसार में राज्य करने के लिए नहीं, अधिकार रखने के लिए नहीं, बल्कि इस जगह में तुम मेरे साक्षी, यानी तुम मेरे गवाह होने के लिए मैंने तुमको चुना है. നമ്മൾ ചിന്തിക്കേണ്ട ഇടത്തേക്ക് നമുക്ക് കടന്നു വരണം. जहाँ हमको जाना चाहिए वहीं हमको जाना है. ആമേൻ. വിഷയങ്ങൾ, നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങൾ നാം സംസാരിക്കണം. जो चीज हमको बातें करना, जो हमारे लिए उचित है, वही हम बातें करेंगे. ആമേൻ. നമുക്ക് ലഭിക്കുവാൻ ദൈവം നൽകിയ ദർശനം നാം പ്രാപിക്കണം. जो हमको उचित दर्शन हमको चाहिए, वो परमेश्वर हमको देगा. ഇത്രയും നാൾ പഠിപ്പിച്ചിട്ടും ശിഷ്യന്മാർക്ക് ആ വിഷയങ്ങൾ മനസ്സിലാകാതിരുന്നുകൊണ്ട് കർത്താവ് വീണ്ടും 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. 3.5 साल यीशु मसीह के साथ रहने के बावजूद वो लोग समझ नहीं पाए इसके. फिर से यीशु मसीह पहले अध्याय का 8वें वचन में कहता है कि तुम दुनिया के छोर तक, पृथ्वी के छोर तक मेरे गवाह होगे. ലോകത്തിന്റെ ഒരു ചെറിയ രാഷ്ട്രമായ ഇസ്രായേലിന്റെ രാഷ്ട്രത്തെ കുറിച്ച് അവർ ചിന്തിച്ച് അതിനുവേണ്ടി അവർ അതെ വാക്കുകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ സംസാരിക്കുമ്പോൾ യേശു പറയും, നിങ്ങൾ എന്റെ സാക്ഷികളാകുവാൻ വേണ്ടി ലോകത്തിന്റെ അറ്റം വരെ, അല്ലെങ്കിൽ മുഴു ലോകത്തെ നിങ്ങൾ കരസ്ഥമാക്കുവാൻ പോകുന്നു. उनकी सोच में यही अंतर है कि चेले सोच रहे थे एक दुनिया के छोटे से राज्य इजराइल में राज करने का, बल्कि यीशु मसीह कहता है तुम पृथ्वी के छोर तक मेरे गवाह होगे. ആമേൻ. ലോകത്തിന്റെ അവസാന വ്യക്തിയും ഈ രാജ്യത്തിൽ ചേർക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. संसार के आखिरी व्यक्ति को भी सुसमाचार सुनाने के लिए नियुक्त किए हुए लोग हैं हम लोग. ആമേൻ. നമ്മൾ അസാധാരണക്കാരായ മനുഷ്യരാണ്. क्या इसलिए हम असाधारण लोग हैं. ആമേൻ. ശിഷ്യന്മാർ അപ്പോൾ ഞങ്ങൾ യഹൂദർ, ഞങ്ങൾ ഇസ്രായേലിയർ എന്നുള്ള ലെവലിൽ നിന്ന് സംസാരിക്കുമ്പോൾ യേശു നമ്മളെ അവിടുന്ന് ഉയർത്തിയിട്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുക, നിങ്ങൾ സാധാരണ ഒരു യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലിയ പുരുഷ പൗരനല്ല, പിന്നെയോ നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അതിശ്രേഷ്ഠനാണെന്ന് അവരെ മനസ്സിലാക്കുക. चेले ये सवाल इसलिए पूछ रहे थे कि वो अपने आप को यहूदी, इजरायली या फिर एक साधारण मनुष्य कहकर बता रहे थे, बल्कि यीशु मसीह कहता है तुम यहूदी या फिर इजरायली नहीं, बल्कि स्वर्ग के वारिस होने वाले हो. നമ്മൾ ആരാണെന്നുള്ള സത്യം ശിഷ്യന്മാരെ യേശു തുറന്നു കാണിക്കുന്നു. हम असलियत में क्या है, यीशु मसीह अपने शिष्यों को बताता है. നമുക്കറിയാം, ഒരുപാട് ഇടങ്ങളിൽ സമയം വ്യർത്ഥമാക്കിയവരാണ് നാം എല്ലാവരും. हम जानते हैं कि कई ऐसी जगहों में हमने अपना समय बर्बाद किया है. ആമേൻ. യേശുവിനെ അറിയുന്നതിന് മുമ്പ് അല്ലെ നമുക്ക് വേണ്ടാത്തതായ
നമുക്കുള്ളതല്ലാത്തതായ വിഷയങ്ങൾ നമ്മൾ എത്രയോ സമയം വ്യർത്ഥമാക്കി. परमेश्वर को जानने से पहले हमने कई सारे जगहों में जहां हमको नहीं जाना चाहिए था समय अपना बर्बाद किया है। ആമേൻ. നമുക്കുള്ളതല്ലാത്തതിൽ നാം ഒരുപാട് സമയം കളഞ്ഞവരാണ് നാം എല്ലാം. जो हमको उचित नहीं था वैसे स्थानों में अपने समय हमने बर्बाद किया है। ആമേൻ. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നമുക്കുള്ളതല്ലാത്തതിൽ നമ്മുടെ എത്രയോ സമയങ്ങൾ നമ്മൾ വ്യർത്ഥമാക്കി. संसार के लिए हमने कई सारा समय व्यतीत किया है, बल्कि हमने कितने सारे ऐसे समय खुद पर बर्बाद किए हैं। ആമേൻ. എന്നാൽ ഈ കാലഘട്ടം യേശു നമ്മളെ വിളിച്ചതിന് ശേഷം നമുക്കറിയാം, ആമേൻ, ആ വിലപ്പെട്ട സമയം സ്വർഗ്ഗരാജ്യത്തിന്റെ സാക്ഷിയാകുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചതാ. यीशु मसीह हमको इसलिए बोला है कि जो बाकी समय है उसके गवाह होने के लिए, पृथ्वी के छोर तक उसके गवाह होने के लिए यीशु मसीह ने हमें नियुक्त किया है। ഇന്ന് രാവിലെ ഈ വിഷയത്തിൽ നമുക്ക് ആനന്ദമുണ്ടാകട്ടെ. ആമേൻ. കർത്താവിന്റെ ആ ലെവലിലേക്ക് വരുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി. इस बात से आज हम खुशी मनाएंगे कि यीशु मसीह का वो स्तर तक यीशु मसीह हमको ले गया, इसलिए हम प्रभु का धन्यवाद करेंगे। കർത്താവിന്റെ ധീരസാക്ഷികളായി ആമേൻ മരണത്തിന് മുമ്പിലും ഭയമില്ലാതെന്നുകൊണ്ട് ആമേൻ സുവിശേഷത്തിന്റെ വേല ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഘടകം ഇതാണ്. ആമേൻ. യേശുവിന്റെ നിലവാരത്തിലേക്ക് നാം വന്നതുകൊണ്ടാണ്. यीशु मसीह के पास आने का हमारा ये परिणाम मिला है कि यीशु मसीह के गवाह होने के लिए और मृत्यु देकर यीशु मसीह के साक्षी होने के लिए परमेश्वर ने हमें नियुक्त किया है। വെല്ലുവിളികൾ ഉണ്ടായിട്ടും പുറകോട്ട് മാറാത്തതിന് കാരണം നമുക്കറിയാം, നാം ക്രിസ്തുവിന്റെ ലെവലിൽ ആയതുകൊണ്ടാണ്. विरोधी हमला करने के बावजूद हम दृढ़ रहे, इसका कारण यही है कि हम यीशु मसीह के द्वारा गवाह हैं। നാം എത്രയോ സമയങ്ങൾ ആമേൻ നാം വ്യർത്ഥമാക്കിയവരാണ്. कितने समय हमने बर्बाद किए हम लोग हैं। യേശു പറയുന്നു, നിങ്ങൾക്കുള്ളതല്ല സമയം. यीशु मसीह ये कहता है कि तुम्हारा वो समय नहीं है। എന്നാൽ നിങ്ങൾക്കുള്ള സമയം ഇതിനു വേണ്ടി വേദനിക്കണം, നിങ്ങളുടെ സാക്ഷികളാകണം. तुम्हारा समय इस बात पे व्यतीत होने पाए कि तुम मेरे गवाह हो। ലോകത്തിൽ നിങ്ങളുടെ പേരും പെരുമയും ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ വിഷയങ്ങളിൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്കുള്ളതല്ല. संसार में मान सम्मान पाने के लिए जिन समय व्यतीत करते हो वो तुम्हारा समय नहीं है। ആമേൻ. നിങ്ങൾ എന്നാൽ ശക്തി ലഭിക്കും. ആ ലഭിക്കുന്ന ശക്തി നിങ്ങൾ എനിക്ക് വേണ്ടി മാർട്ടിയറാകുവാൻ, എനിക്ക് വേണ്ടി സാക്ഷിയാകുവാൻ വേണ്ടിയാണ്. जो समय तुमको मिलता है वो तुम मेरे गवाह होने के ദൈവമക്കളെ, लिए। ദിവസങ്ങളിൽ നമുക്ക് ആവശ്യം വലിയ ആമേൻ ദൈവിക ധൈര്യമാണ്. आजकल के दिनों में प्रभु के दास हमको बहुत ही धैर्य की आवश्यकता है। ദൈവത്തിൽ പ്രാർത്ഥിക്കണമേ. ആമേൻ. ദൈവസഭ കടന്നു പോകുന്ന ആമേൻ വിഷയങ്ങൾ അതിഗംഭീരമായ വളരെ ആമേൻ പ്രയാസത്തോടെ നാം കടന്നു പോകുക നാം എല്ലാവരും. बहुत ही संकट रूपी परिस्थिति से प्रभु कलीसिया गुजर रही है आजकल के दिनों में। ആമേൻ. നമുക്കുള്ളതിൽ നാം സമയം വിനിയോഗിക്കേണ്ടതിൽ മാത്രം നമുക്ക് സമയം വിനിയോഗിക്കണം. जहां हमको समय व्यतीत करना है वो उचित समय पर हम अपना समय व्यतीत करेंगे। ആമേൻ. നമ്മൾ ഒരു കാലത്ത് ലോകത്തിന് വേണ്ടി ഓടിവരും നടന്നവരുമാണ്. हम ऐसा कई समय आया कि हम संसार के लिए भागते रहे थे। ആമേൻ. നമ്മുടെ ഒരുപാട് സമയങ്ങൾ നമ്മൾ ലോകത്തിന് വേണ്ടി ചിലവഴിച്ചില്ലേ കഴിഞ്ഞ നാളുകളിൽ? हम पिछले समय में कई सारा हमने जीवन का समय संसार में बर्बाद किया है। എന്നാൽ ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മളെ വിളിച്ച് വേദനിച്ച് ഈ രാവിലെ എഴുന്നേൽപ്പിച്ച് ദൈവത്തെ ഇരുത്തിയത് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. इसलिए आजकल के अंतिम दिनों में यीशु मसीह ने आज के दिन हमको अधिवेक उठाकर यीशु मसीह गवाह होने के लिए हमको उठाया है। ആമേൻ. ഈ സമയം വളരെ വിലപ്പെട്ടതാണ്, നാം ഗ്രഹിക്കണം. ये समय बहुत ही महत्वपूर्ण समय है, हम ऐसा विश्वास करें। നമുക്ക് ലഭ്യമായ ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണ്. हमें मिले हुए एक एक पल बहुत ही महत्वपूर्ण पल है। ഞാൻ വീണ്ടും ഒലിവുമലയിലെ വിഷയം പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കും. मैं फिर से घटना को दोबारा कहकर समाप्त करूंगा। ആമേൻ. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകാതെ ആകാതിരുന്ന ശിഷ്യന്മാർ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് സമയം വ്യർത്ഥമാക്കിയ ആമേൻ ആ വലിയ പ്രയാസമേറിയ അല്ലെങ്കിൽ ദുഃഖകരമായ സമയങ്ങൾ. जो बातों की गहराइयों को ना समझते हुए अनजाने में उन्होंने सवाल पूछा, वो एक घड़ी है यहाँ पे। എന്നാൽ നമുക്കറിയാം അതിനുശേഷം യേശു വരെ മടക്കിക്കൊണ്ടുവരികയാണ്. इसके बाद हम जानते हैं कि यीशु मसीह उनको फिर से उनके रास्ते पर वापस लाता है। ആമേൻ. ഈ കാര്യങ്ങളുടെ സത്യം മനസ്സിലാക്കിയ ശിഷ്യന്മാരാണ് വീണ്ടുമുള്ള അധ്യായങ്ങൾ നമുക്കറിയാം യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത്. आगे की बातों को हम देखते हैं कि यही शिष्य आगे जाकर यीशु मसीह के लिए शहीद होते हैं। ആമേൻ. യേശുവിന് വേണ്ടി അവർ ജീവനെ ആമേൻ നൽകുവാനിടയായ എല്ലാവരും यीशु मसीह के लिए अपना जीवन को उन्होंने दे दिया था, ऐसी बातों को हम जानते हैं। ക്രിസ്തീയ ചരിത്രം വായിക്കുമ്പോൾ ഏകദേശം 14 കോടിയിലധികം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആമേൻ ക്രിസ്തീയ ചരിത്രം പഠിപ്പിക്കുന്നു. हम जानते हैं कि कलीसिया के इतिहास को देखें तो 14 करोड़ लगभग 14 करोड़ लोगों ने अपनी जान को यीशु मसीह के लिए दे दिया है। ആമേൻ. ചെറിയൊരു സംഖ്യയല്ല, 14 കോടി ആളുകൾ. ये छोटी संख्या नहीं है बल्कि 14 करोड़ की बड़ी संख्या है। അതും ഏകദേശമാണ്. അറിയാത്ത എത്രയോ കോടികൾ വേറെയും ഉണ്ടാകാം. ये तो एक लगभग है, एक आशंका के रूप में है, न जाने कितने लोगों ने यीशु मसीह के लिए अपनी जान को दिया है। ആമേൻ. ഓർത്തിരിക്കുക, ആമേൻ. യേശു പറയുന്നു, നിങ്ങളെ വിളിച്ചത്
എനിക്ക് വേണ്ടി സാക്ഷിയാകുവാൻ വേണ്ടിയിട്ടാണ്. तो यीशु मसीह यही कहता है कि तुमको तुम्हारे आने का बुलाहट यही है कि तुम मेरे गवाह हो। അതുകൊണ്ട് 8ാമത്തെ വാക്യത്തിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും നാം ഈ നാമത്തിനു വേണ്ടി സാക്ഷിയാകേണ്ടവരാണ്. तो इसी 8वें आयत में हमारा जीवन, हमारा चरित्र, हमारी सेविकाई इसी में बसी हुई है। ആമേൻ. നമ്മൾ അവന് വേണ്ടി സാക്ഷിയാകുന്നവർ. हम उसके लिए गवाह होने वाले हैं। ആമേൻ. യേശുവിന് വേണ്ടി ജീവൻ പോയാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും സമർപ്പിക്കപ്പെട്ടവർ. हम यीशु मसीह के लिए अपना जीवन भी देना पड़े ऐसा समर्पण किए हुए लोग हैं हम। ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാകും. शिष्यों को देखकर यीशु मसीह कहता है तुम मेरे गवाह होगे। ആമേൻ. ഈ വാക്യങ്ങൾ നമ്മെ നോക്കി കർത്താവ് പറയുന്നതാണ്. 1:8 വാക്യം, നാം അവന്റെ സാക്ഷികൾ. आज के दिन में यीशु मसीह हमसे कहता है कि तुम मेरे गवाह होगे। ആമേൻ. നാം ഭയമില്ലാത്തവർ. हम बिना डरे हुए हैं। ആമേൻ. നമ്മൾ ജീവൻ കൊടുക്കേണ്ടി വന്നാലും പുറകോട്ട് മാറാത്തവർ. हम अपनी जान को देने के लिए भी तैयार हैं। യേശുവിന് വേണ്ടി സ്വന്തം ജീവനെ പോലും തിരസ്കരിക്കേണ്ടി വന്നാലും യേശുവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ നാം നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. यीशु मसीह की सेवकाई के लिए अपनी जान की परवाह ना करते हुए उसके गवाह होने के लिए हम नियुक्त किए हुए लोग हैं। ശ്രദ്ധിക്കണം, ഇത് അന്ത്യകാലഘട്ടമാണ്. ध्यान देंगे ये अंतिम दिनों का समय है। നമ്മുടെ മുമ്പിൽ അധിക സമയമില്ല. हमारे पास अधिक समय नहीं है। ആമേൻ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. प्रभु का आगमन बहुत ही नजदीक है। ദൈവസഭ ശക്തമായി പീഡിപ്പിക്കപ്പെടുന്നു. प्रभु की कलीसिया बहुत ही कठिन रूप से जा रही है। ആമേൻ. ലോക സംഭവങ്ങൾ യേശുവിന്റെ വരവിനെ ആമേൻ ശക്തമായി വിളിച്ചറിയിക്കുന്നു. संसार यीशु मसीह के पुनरागमन को दोबारा कहती रहती है। ആമേൻ. നമുക്ക് ഉറങ്ങുവാൻ സമയമില്ല. हमें सोने का समय नहीं है। ആമേൻ. ലോകത്തിലെ വിഷയങ്ങൾ പറഞ്ഞ് ശിഷ്യന്മാരെ പോലെ പറഞ്ഞ് സമയം കളയാൻ അനുവാദമില്ല. संसार के बारे में शिष्यों की तरह बातें करने का समय नहीं है। നമുക്ക് യെരൂശലേമിലെ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കാം. हम यरूशलेम की सेवकाई के बारे में बातें करेंगे। നമുക്ക് യഹൂദിയിൽ എങ്ങനെ കർത്താവിന് വേണ്ടി സാക്ഷിയാകണം നമുക്ക് ചിന്തിക്കാം. हम यहूदिया में कैसे यीशु मसीह के गवाह होंगे इस बातों को चर्चा हम करेंगे। ആമേൻ. ശമരിയിൽ എങ്ങനെ ഉണർവുണ്ടാകും നമുക്ക് സംസാരിക്കാം. समरिया में कैसे हम एक जागरूकता उत्पन्न करेंगे वैसी चर्चा करेंगे। ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം പോകുന്ന വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. दुनिया के छोर तक परमेश्वर के गवाह कैसे हुए ऐसी बातों को चर्चा ആമേൻ. करेंगे। നമ്മുടെ വിഷയം ഇതാണ്. हमारा विषय यही है। ആമേൻ. നമുക്ക് യേശുവിന്റെ സാക്ഷിയാകണം. हमें यीशु का गवाह होना है। ആമേൻ. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഈ സന്ദേശം യേശുവിന് വേണ്ടി ലോകത്തിന്റെ അറ്റത്തോളം പറവാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ നാം ദൈവത്തിന്റെ സഭ, കർത്താവിന്റെ ശിഷ്യന്മാർ. अगर यीशु की सेवकाई के लिए अगर हमको जान भी देना पड़े तो भी हम तिरस्कार नहीं करेंगे। ആമേൻ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ. ध्यान देंगे कि हम यीशु मसीह के शिष्य हैं। എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് इसलिए जब पवित्र आत्मा तुम पर आओगे तब तुम सामर्थ पाओगे। യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും എല്ലായിടത്തും ആമേൻ. യഹൂദിയിലും ശമരിയിലും എല്ലായിടത്തും എന്റെ സാക്ഷികളാകും. यहूदिया में, सामरिया में और दुनिया के छोर तक मेरे गवाह तुम होगे। യേശു പറയും നിങ്ങൾ എന്റെ സാക്ഷികളാണ്. यीशु कहता है तुम मेरे गवाह हो। പിന്നെ നാം എന്തിന് ഭാരപ്പെടണം? फिर तुम क्यों भार अपने ऊपर सर पे लेते हो? ദൈവദാസന്മാരെ ദൈവദാസിമാരെ നാം ആമേൻ ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്താണ് നാം നിൽക്കുന്നത്. प्रभु के दासों, प्रभु के दासियों, हम परमेश्वर ने दिया हुआ जगह पे हम आज खड़े हैं। ഒരു കാലത്ത് ദൈവത്തെ അറിയാത്ത നാളുകളിൽ നാം വഴിതെറ്റിപ്പോയവരായിരുന്നു. एक ऐसा समय था जब हम परमेश्वर को नहीं जानते थे, हम संसार में भटक रहे थे। എന്നാൽ ഇന്ന് നാം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശു നമ്മെ നിർത്തിയ സ്ഥാനത്ത് നാം നിൽക്കുന്നു. आज हम लोग जहाँ खड़े हैं, पहले अध्याय के 8वें वचन में जहाँ परमेश्वर ने हमको खड़ा किया, നമുക്ക് ഇവിടെയാണ് നിൽക്കേണ്ടത്. हमें यही स्थान पर खड़ा होना है। ആമേൻ. നമുക്ക് ഈ ലക്ഷ്യത്തിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകണം. हमें इसी लक्ष्य को आगे बढ़ाते रहना ആമേൻ. है। നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളും, നമ്മുടെ പ്രാർത്ഥനകളും, നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം ഈ സാക്ഷിയാകേണ്ടുള്ള ബന്ധത്തിലായിരിക്കണം. हमारी प्रार्थना का विषय, हमारे चर्चा का विषय सब इस परमेश्वर के गवाह होने का चर्चा होना चाहिए। ആമേൻ. നമ്മുടെ ജീവിതം ഒരു കാലത്ത് അനാവശ്യമായി നാം സമയം ചെലവഴിച്ചിരുന്നു. हमारे जीवन में ऐसा कई समय था हमने फालतू में बर्बाद किया अपना समय। हम देखते हैं നമ്മൾക്കുള്ളതല്ലാത്തതിൽ നാം സമയം ചെലവഴിച്ചിരുന്നു. हमको जहाँ समय व्यतीत ना करना था वहां भी हमने अपना समय बर्बाद किया। എന്നാൽ ഇന്ന് നാം സാക്ഷികളാകുവാൻ വേണ്ടി വേദനിക്കപ്പെട്ടവരാണ്. लेकिन हम आज के दिन यीशु मसीह के गवाह होने के लिए नियुक्त किए गए हैं। നമ്മുടെ പകലുകൾ സാക്ഷിയാകേണ്ടതിന് വേണ്ടിയാണ്. हमारे दिन जो यीशु मसीह गवाह होने के लिए दिए गए ആമേൻ. हैं। നമ്മുടെ രാത്രികൾ ദൈവത്തിന് സാക്ഷിയാകേണ്ടതിന് വേണ്ടിയാണ്. हमारे जो रात हमको मिलती है यीशु मसीह गवाह होने के लिए मिलती है। ഹല്ലേലൂയ. हालेलुया। ഭയമില്ലാതെ നാം സാക്ഷിയാകും. निडर हुए हम यीशु मसीह के गवाह ഈ होंगे। ഭാരതത്തിന്റെ മണ്ണിൽ നാം സാക്ഷിയാകും യേശുവിന് വേണ്ടി. भारत के देश में हम परमेश्वर के गवाह होंगे। ഈ വിരോധങ്ങളും പ്രശ്നങ്ങളും ഒന്നും ആമേൻ നമുക്കൊരു പുതിയ വിഷയങ്ങളല്ല.
ये जो विरोधी है, जो कलीसिया के विरुद्ध उठे बातें हैं, वो हमारे लिए नई बात नहीं है। ആമേൻ. ഇത് ആദ്യ നാളുകൾ മുതൽ ദൈവസഭയുടെ ചരിത്രം ആരംഭിച്ച് അന്ന് മുതൽ നാം വായിക്കും സഭാചരിത്രത്തിൽ ദൈവസഭ കടന്നുപോയത് ഇതുപോലുള്ള അന്തരീക്ഷങ്ങളിലാണ്. ये आदिकाल से होते जा रहा है। हम जानते हैं कि प्रभु की कलीसिया, इस परमेश्वर की कलीसिया बहुत ही कठिन परिस्थितियों से होकर गुजरी है। ആമേൻ. എന്നാൽ നാം ദർശനം പ്രാപിച്ചവർ. इसके बाद हम दर्शन प्राप्त किए लोग ആമേൻ. हैं। നാം ദർശനം പ്രാപിച്ചവരാണ്. हम दर्शन प्राप्त किए लोग हैं। ആമേൻ. നാം വലിയ ദൈവിക വിളി കേട്ടവരാണ്. हम परमेश्वर की बुलाहट को सुने हुए നാം लोग हैं। യേശുവിന്റെ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവരാണ്. हम यीशु मसीह के गवाह होने के लिए बुलाए गए हैं। ഈ സാക്ഷിയാകുന്ന ശുശ്രൂഷയിൽ രക്തം ചൊരിയേണ്ടി വന്നാലും നാം ഭയപ്പെടുന്നവരല്ല. इस गवाह होने के लिए जो लक्ष्य है, इस पे हमारा जो अपना जान भी देना पड़े, तो वैसा एक रास्ता है। ആമേൻ. സാക്ഷി എന്നതിന് രക്തസാക്ഷി എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം നാം ചിന്തിച്ചു വന്നു. गवाह होने का मतलब यही है कि शहीद होना पड़ेगा। इसी बात को हम देखते आ रहे थे। അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ ആമേൻ നമുക്ക് ആമേൻ ആമേൻ യാദൃച്ഛികമായി വന്ന് ഭവിച്ചതല്ല. तो ये जो हमारे विरुद्ध बातें उठी हैं, वो हमारे बाधा नहीं डाल सकती। ആമേൻ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശമാണ്. ऐसे देखा जाए तो ये हमारे लिए सामर्थ्य का कार्य നമ്മെ है। ഇതിനു വേണ്ടിയാണ് വിളിച്ചത്. हमें इसी चीज के लिए बुलाया गया നമുക്ക് है। ധൈര്യമായിട്ടിരിക്കാം. हमें धैर्य पूर्वक बैठे രാവിലെ रहना। ധൈര്യമായി പറയാമോ, കർത്താവേ നീ എന്നെ സാക്ഷിയാകുവാൻ വിളിച്ചതിനായി സ്തോത്രം. आज के दिन धैर्य पूर्वक परमेश्वर से कहें कि परमेश्वर हमें बुलाने के लिए धन्यवाद। ഇന്നലകളിലെ ശിഷ്യന്മാർ ഇതിനു വേണ്ടി സ്തോത്രം പറഞ്ഞു. कल के दिनों में शिष्यों ने परमेश्वर का धन्यवाद किया। ആമേ. അവർ ദൈവത്തിന് വേണ്ടി സാക്ഷിയായെങ്കിൽ वो परमेश्वर के साक्ष्य गवाह होने के बाद ആമേ 2020 പറയാം, കർത്താവേ നിനക്ക് വേണ്ടി എനിക്ക് സാക്ഷിയാകണം. 2025 में हम परमेश्वर से कहें, परमेश्वर हमें ആമേ. आपका गवाह होना है। ഭയമില്ലാതെ നിൽക്കുവാൻ निडर होकर, खड़े होकर ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ആമേ. അന്യ വിഷയങ്ങളിൽ സമയം നമുക്ക് വ്യർത്ഥമാക്കരുത്. अन्य बातों पर हमें अपना समय व्यतीत नहीं करना है। നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പറയുന്ന, നമ്മൾ ആമേ ലീഡ് ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. हमारी प्रार्थना का विषय बहुत ही महत्वपूर्ण प्रार्थना നമ്മൾ विषय തമ്മിൽ है। നമ്മൾ തമ്മിൽ ചിന്തിക്കുന്ന ചിന്താ വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. हमारी आपस में जो बातें चर्चा होती रहती हैं, बहुत ही महत्वपूर्ण चर्चा है। നമ്മുടെ പ്രസംഗ വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. हमारे जो प्रचार का विषय है, बहुत ही महत्वपूर्ण നമ്മുടെ है। ആയുസ്സിലെ ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണ്. हमारी आयु का एक एक पल बहुत ही महत्वपूर्ण है। അതുകൊണ്ട് സമയങ്ങളെ വ്യർത്ഥമാക്കാതെ इसलिए समय को बर्बाद ना करते ആമേ हुए, ലഭിച്ച സമയം അതിശക്തമായി പറയാം, मिला हुआ समय में हम अधिशक्त होकर बोलेंगे, യേശു ജീവിച്ചെഴുന്നേറ്റു എന്ന് ഞാൻ സാക്ഷി. यीशु मसीह जीवित उठा हुआ, हम लोग एक गवाह हैं। ആമേ. നാം സാക്ഷ്യം പറഞ്ഞു, യേശു മാത്രം ദൈവം. हम एक गवाह हैं कि हम ये कह सकते हैं, यीशु मसीह अकेला परमेश्वर है। ആമേൻ. യേശു നമ്മെ സ്നേഹിക്കുന്നു. यीशु मसीह हमसे प्यार करता है। ശക്തമായി പറയാം ദിവസങ്ങളിൽ. आज आत्मा भर कर आज के दिनों में कहेंगे, ആമേൻ. ഞാൻ യേശുവിന്റെ ധീര സാക്ഷി. मैं यीशु मसीह का गवाह हूँ। ഈ ഭാരതത്തിന്റെ മണ്ണിൽ ये भारत के भूमि पर സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു പക്ഷെ നമുക്ക് നാളെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ना जाने कल के दिनों में अगर हमें सेवकाई में अपनी जान भी देना पड़े, ആമേ അതൊരു പ്രത്യേക ഇൻസിഡന്റ് അല്ല. ये एक घटना नहीं होगी। ആമേ നമ്മുടെ ജീവിതത്തിന്റെ അവകാശമാണ്. ये हमारे लिए एक सौभाग्य होगा। ആമേൻ. आमेन। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് പീഡകൾക്ക് പോലും ധൈര്യമായി നിൽക്കാം. इसलिए विरोध के सामने धैर्य पूर्वक खड़े रहें, ധൈര്യമായിട്ട് പറയാം, धैर्य के साथ बोले, ആമേ ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്. मैं यीशु मसीह का गवाह हूँ। ദൈവമക്കൾ ഇതൊരു പദവിയാണ്. परमेश्वर दासों, एक पद है। ഇത് വലിയൊരു സ്ഥാനമാണ്. ये बहुत ही बड़ा एक स्थान है। ആമേ പറയാം, ധൈര്യമായിട്ട് പറയാം, आज धैर्य के साथ ये बातें कहेंगे, ഞാൻ യേശുവിന്റെ സാക്ഷി. मैं यीशु मसीह का गवाह हूँ। 6-7 വാക്യങ്ങളിൽ 6वें और 7वें आयत में, അവർക്കുള്ളതല്ലാത്തതിൽ ശിഷ്യന്മാർ സമയം വ്യർത്ഥമാക്കി. जिनका वो काम नहीं था, उन्होंने अपना समय वहीं व्यतीत किया। എന്നാൽ 8-ാം വാക്യത്തിൽ उसके बाद 8वीं आयत में യേശു അവരെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. यीशु मसीह उनको उनके लक्ष्य तक ले जाता है। അഭിഷിക്തന്മാരെ ദൈവസഭ ദിവസം നമുക്ക് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാം. आज के अभिषिक्त लोग, हमें अपनी कलीसिया को अपने लक्ष्य तक पहुंचाना है। ആമേ നമ്മുടെ ശിഷ്യന്മാരെ, നാം വാർത്തക്കുന്ന അഭിഷിക്തന്മാരെ, നമ്മുടെ ആത്മീക ശിഷ്യന്മാരെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. हमारे जो आत्मा में हमारे शिष्य हैं, उनको हमें अपने लक्ष्य तक उनको अपने पहुंचाना है। യേശു അത് ചെയ്തു. यीशु मसीह ने वो कार्य किया നാം था, അത് ചെയ്യും. हम भी वो कार्य करेंगे। ഒരുപാട് പേർ നാം ഒരുക്കും. हम कई सारे लोगों को नियुक्त करेंगे। യേശുവിന്റെ നാമം ദേശത്ത് ഉയരപ്പെടും. यीशु मसीह का नाम इस देश में बढ़ने पाएगा। നാം ക്രിസ്തുവിന്റെ സാക്ഷികൾ. हम यीशु मसीह के गवाह हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। സമയം നൽകിയ ദൈവദാസനും ഈ ടീമിനും എല്ലാ പ്രാർത്ഥനാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും വന്ദനവും സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. समय दे हुए सारे पासवानों का और सारे मीटिंग लीडर्स का मैं धन्यवाद करता हूँ। ആമേൻ. आमीन। ഗോഡ് ബ്ലെസ് യു ഓൾ. प्रभु आपको आशीष दे। ആമേൻ.